1940-കളിൽ കേരള സമൂഹത്തിന് മുന്നിൽ ഒരു നാടകം അവതരിപ്പിക്കപ്പെട്ടു. സ്ത്രീകൾ രചനയും സംവിധാനവും നിർവഹിച്ച് സ്ത്രീകൾ തന്നെ അഭിനയിച്ച നാടകം. മറക്കുടകളിലും നാലുകെട്ടിന്റെ അകത്തളങ്ങളിലും ജീവിതം ദുരിതപൂർണമാക്കിയ ഒരു കൂട്ടം സ്ത്രീകളായിരുന്നു നാടകത്തിന് പിന്നിൽ. വൈധവ്യത്തിന്റെയും അനാചാരങ്ങളുടെയും ഇരുട്ടറകളിൽ നിന്നും പുറത്തിറങ്ങിയ സ്ത്രീകൾ ഒരു കേന്ദ്രത്തിൽ ഒരുമിക്കുകയും തുന്നൽ, നെയ്ത്ത് എന്നീ തൊഴിലുകൾ അഭ്യസിക്കുകയും ഹിന്ദി ഭാഷ പഠിക്കുകയും ചെയ്തു. ഈ സ്ത്രീ കൂട്ടായ്മയാണ് എതിർപ്പുകളെ അവഗണിച്ച് 10ഓളം വേദികളിൽ നാടകം അവതരിപ്പിച്ചത്. തൊഴിൽ കേന്ദ്രത്തിലേക്ക്, അതായിരുന്നു നാടകത്തിന്റെ പേര്. അതെ, തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം തുടരുകയാണ്, പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ. സ്വാഗതം. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും. മധ്യകേരളത്തിന്റെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നാണ് മീനച്ചിലാർ. മീനച്ചിലാറിന് തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഏറ്റുമാനൂർ. പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളുടെയും മറ്റ് ആരാധനാലയങ്ങളുടെയും നാട്. നമുക്ക് സ്വാഗതം ചെയ്യാം ഏറ്റുമാനൂർ CDSനെ ദൂരദർശന്റെ അരങ്ങിലേക്ക്. ഏറ്റുമാനൂർ CDS മൊത്തം ADS 23, അയൽക്കൂട്ടങ്ങൾ 289, BPL അംഗങ്ങൾ 3608, APL അംഗങ്ങൾ 1675, SC അംഗങ്ങൾ 632, ST അംഗങ്ങൾ 38. നമുക്കിനി ഏറ്റുമാനൂർ CDSലെ വനിതാരത്നങ്ങളെ ഒന്ന് പരിചയപ്പെട്ടു വരാം. എന്റെ പേര് വത്സല സതീശൻ, മൈക്രോ സംരംഭ കമ്മിറ്റി കൺവീനർ. എന്റെ പേര് സലി രവീന്ദ്രൻ, ഞാൻ സ്ത്രീ പദവി പഠന പരിപാടിയുടെ കൺവീനർ. എന്റെ പേര് പുഷ്പ വിജയകുമാർ, CDS ചെയർപേഴ്സൺ. എന്റെ പേര് പ്രിയ സജീവ്, ഞാൻ സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ. എന്റെ പേര് ജോർജ് പുല്ലാട്ട്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീമതി നിവേദിത P ഹരൻ. കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ. ഐക്യരാഷ്ട്രസഭയുടെ ഏഷ്യ പസഫിക് മേഖലയുടെ മുതിർന്ന ഉപദേഷ്ടാവും ട്രിവാൻഡ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രസിഡന്റുമായ ശ്രീ ജോൺ സാമുവൽ. പ്രമുഖ ചലച്ചിത്ര താരം ശ്രീമതി കൽപ്പന. ഏറ്റുമാനൂർ കഥകൾ ആരംഭിച്ചിട്ടേയുള്ളൂ. ചർച്ചയിലേക്ക്. ഏറ്റുമാനൂർ പഞ്ചായത്ത് കുടുംബശ്രീ കൂട്ടായ്മയ്ക്ക് സ്വാഗതം. ഇത് ഇനി ഞങ്ങൾ പറയാം എന്ന് പറയുന്ന നിങ്ങളുടെ പരിപാടിയാണ്. അപ്പോൾ CDS ചെയർപേഴ്സൺ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ലോകത്തിന് മുമ്പിൽ നിങ്ങളുടെ ഈ കൂട്ടായ്മയെ പരിചയപ്പെടുത്തുന്നത്? സാമൂഹ്യ സാമ്പത്തിക സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഏറ്റുമാനൂർ ഗ്രാമപഞ്ചായത്തിലെ 2002 ജനുവരി 11 തുടക്കം കുറിച്ച കുടുംബശ്രീ സംഘടനാ സംവിധാനം അതിന്റെ പൂർണ്ണ ലക്ഷ്യത്തിലെത്തി എന്ന് തന്നെ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. സാമൂഹിക ശാക്തീകരണം വഴി ഏറ്റുമാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രാദേശിക സാമ്പത്തിക വികസന പ്രക്രിയയിൽ ഒരു അവിഭാജ്യ ഘടകമായിട്ട് ഇന്ന് കുടുംബശ്രീ വളർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന സ്ത്രീ സമൂഹം ഇന്ന് വർക്കിംഗ് ഗ്രൂപ്പുകളിലും ഗ്രാമസഭാ യോഗങ്ങളിലും എന്തിനേറെ പരിശീലകരായി, അധ്യാപകരായി ഇന്ന് ഈ സ്ത്രീ സമൂഹത്തെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ്. സംഘത്തിന് വല്ല സംഘഗാനമുണ്ടോ? സംഘത്തിന് സംഘഗാനമുണ്ട്. അത് ഞങ്ങളുടെ ഏറ്റവും എന്ത് പരിപാടിയിലും ഏറ്റവും ആദ്യം ഞങ്ങൾ ആ പ്രാർത്ഥനാ ഗീതത്തോടു കൂടി തന്നെയാണ് പരിപാടികൾ ആരംഭിക്കാറുള്ളത്. അപ്പോൾ ഈ പരിപാടി നമുക്ക് അങ്ങനെ ആവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തുടങ്ങിക്കോളൂ. കൈതൊഴാം കാരുണ്യവാരിധേ മാതാവേ, കാക്കണേ എൻ ജനനീ,
സ്ത്രീത്വം മഹത്തരമാക്കിയ മാതൃത്വം അമ്മേയ വീടുന്നല്ലോ. സർവം സഹയായൊരമ്മയെ ഞങ്ങൾ തൻ കണ്ട ദൈവമല്ലോ. നന്മയെ കാക്കുവാൻ തിന്മ ത്യജിക്കുവാൻ ശക്തി തരേണമമ്മേ. അപ്പോഴേ നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളിവിടെ 3 ഫിലിമാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കാണിക്കുന്നത്. അപ്പൊ അത് ഓരോന്നായിട്ട് നമുക്ക് കാണണം. ആദ്യം വെന്മ ന്യൂട്രിമിക്സ്. കുട്ടികൾക്കുള്ള സമീകൃത പോഷകാഹാരം നിർമ്മിച്ചു നൽകുന്ന ഒരു ന്യൂട്രിമിക്സ് യൂണിറ്റ് ഉണ്ട് ഏറ്റുമാനൂർ CDSന്റെ കീഴിൽ. വെൺമ ന്യൂട്രിമിക്സ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ കാണാം നമുക്കിനി. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ 9899 കുടുംബങ്ങൾ ഉള്ളതിൽ 5283 കുടുംബങ്ങൾ 285 അയൽക്കൂട്ടങ്ങളിലായി കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏറ്റുമാനൂരിൽ 2007 തുടങ്ങിയ വെൺമ ന്യൂട്രിമിക്സ് എന്ന സൂക്ഷ്മ സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് 5 വനിതകളാണ്. ചെറിയ രീതിയിൽ തുടങ്ങിയ ഈ പോഷകാഹാര ഉൽപാദന കേന്ദ്രത്തിൽ പിന്നീട് ആധുനിക ഉപകരണങ്ങൾ വാങ്ങുകയും ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. ലാഭവിഹിതം കൊണ്ട് 3 സെന്റ് സ്ഥലം വാങ്ങാനും ഇവർക്ക് കഴിഞ്ഞു. ആദ്യകാലങ്ങളിൽ നല്ല സാമ്പത്തിക നേട്ടങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സാധനങ്ങളുടെ വിലക്കയറ്റമാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ധാന്യങ്ങൾ വൃത്തിയാക്കുക, വറുക്കുക, പൊടിക്കുക, കൂട്ടിക്കലർത്തിയ ശേഷം വീണ്ടും പൊടിക്കുക, അരിക്കുക, തൂക്കം നോക്കി പാക്ക് ചെയ്യുക തുടങ്ങിയ പല ഘട്ടങ്ങളിലായുള്ള ശ്രദ്ധയോടെയുള്ള പ്രവർത്തനമാണ് വെൺമ ന്യൂട്രിമിക്സിൽ നടക്കുന്നത്. വൃത്തിയോടെയും മായമില്ലാതെയും തയ്യാറാക്കുന്നതുകൊണ്ടും വിലക്കുറവുള്ളതുകൊണ്ടും ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ഏകദേശം 5,50,000 രൂപയാണ് വെൺമ ന്യൂട്രിമിക്സിന്റെ പ്രതിമാസ വിറ്റുവരവ്. ബാങ്ക് വായ്പയുടെ തിരിച്ചടവ് കഴിഞ്ഞാൽ 22,865 രൂപയാണ് വെൺമ ന്യൂട്രിമിക്സിന്റെ പ്രതിമാസ ലാഭം. അമൃതം ന്യൂട്രിമിക്സ് എന്ന പ്രധാന ഉൽപ്പന്നത്തിന് പുറമെ ഉപ ഉൽപ്പന്നങ്ങളായ അവിലോസ് പൊടി, അവിൽ, പായസം മിക്സ്, സേമിയ പായസ കിറ്റ്, ശർക്കര പായസ കിറ്റ് തുടങ്ങിയ പല ഉൽപ്പന്നങ്ങളും വെൺമ ന്യൂട്രിമിക്സ് നിർമ്മിക്കുന്നുണ്ട്. പുറത്ത് പോയി ഒരു ബിസിനസ് ചെയ്യാൻ അറിയാമല്ലായിരുന്നു. ഞങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ പഠിച്ചു. എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് കുടുംബശ്രീയിലൂടെ പഠിപ്പിച്ചു തന്നു. അമൃതം ഫുഡിന് ഒത്തിരി പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പ്രകാരമാണ് ഞങ്ങൾ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാന ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സ് ഏറ്റുമാനൂർ ബ്ലോക്കിലെ 6 പഞ്ചായത്തുകളിലെയും ഒരു മുനിസിപ്പാലിറ്റിയിലെയും അംഗൻവാടികളിൽ വിതരണം ചെയ്യുന്നു. മാസത്തിൽ 7000 കിലോഗ്രാം അമൃതം ന്യൂട്രിമിക്സ് ആണ് അംഗൻവാടികളിൽ വിതരണം ചെയ്യുന്നത്. 5 പേരുള്ള കൂട്ടായ്മയിൽ 2 പേർ വിധവകളായതിനാൽ സ്ത്രീകൾ സ്വയം നയിക്കുന്ന കുടുംബങ്ങളാണ് അവരുടേത് എന്ന് പറയാം. ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ സംരംഭത്തിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് അങ്ങനെ ഒരു തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ പിള്ളേരെ എനിക്ക് വളർത്താനായിട്ടുള്ള അഭിമാനമുണ്ട്. കുടുംബശ്രീയുടെ ഐശ്വര്യ ഹൈപ്പർ മാർക്കറ്റ് വഴിയും ഹോം ഷോപ്പർ സംവിധാനത്തിലൂടെയും വെൺമ ന്യൂട്രിമിക്സിന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്നു. ഏറ്റുമാനൂർ CDSന് കീഴിൽ ഹോം ഷോപ്പർ എന്ന സ്ത്രീകൾ ഉൾപ്പെട്ട സാമൂഹ്യ വിൽപ്പന ശൃംഖല നന്നായി നടന്നുവരുന്നു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ ഫലപ്രദമായ വിപണി ഇടപെടലിനായി കുടുംബശ്രീ രൂപകൽപ്പന ചെയ്ത വിദഗ്ധരായ ഇവന്റ്സ് മാനേജ്മെന്റ് ഗ്രൂപ്പ് ഹോം ഷോപ്പർ സംവിധാനം നിയന്ത്രിക്കുന്നു. സ്ത്രീകൾക്ക് വാഹനം കുടുംബശ്രീ നൽകുകയും സാമൂഹ്യ വിതരണ ശൃംഖലയുടെ സഹായത്തോടെ ആവശ്യക്കാർക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ടെത്തിക്കുകയും ചെയ്യുന്നത് വഴി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു. ഇതിലിപ്പം അതിന്റെ ഒരു അനുഭവം പറയാവോ? തുടങ്ങിയതും ഇപ്പോഴെങ്ങനെ പോണു? ബുദ്ധിമുട്ടാണെന്നൊക്കെ ഇപ്പൊ പറഞ്ഞല്ലോ, വില കൂടിയപ്പോ. ഇപ്പോഴത്തെ അനുഭവം എങ്ങനെയുണ്ട്? 2007 ഏപ്രിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. തുടക്കത്തിലെ കുടുംബശ്രീയുടെ ഒരു പദ്ധതി ആയത് കാരണം ലോൺ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു.
ചെയർപേഴ്സണൊക്കെ കൂടി ഇടപെട്ടതിന് ശേഷമാണ് ബാങ്ക് ലോൺ SBT ബാങ്ക് ലോൺ ലഭിക്കുന്നത്. 2,20,000 രൂപയാണ് ബാങ്ക് ലോണ്. കോൺട്രിബ്യൂഷനായിട്ട് 11,000 രൂപ, 50,000 രൂപ ജില്ലാ മിഷന്റെ കുടുംബശ്രീ ജില്ലാ മിഷൻ കോട്ടയത്തിന്റെ സബ്സിഡിയും, പിന്നെ പ്രവർത്തന ഫണ്ടിലേക്കായിട്ട് 22,000 രൂപ റിവോൾവിംഗ് ഫണ്ടായിട്ട് ലഭിച്ചു. ഇത് വെച്ചാണ്. അപ്പോൾ കെട്ടിടങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ യൂണിറ്റ് തുടങ്ങുന്നതിന് ഒരു കെട്ടിടം അത്യാവശ്യം ആയതുകൊണ്ട്, ഹൈജീനിക്കായിട്ടൊക്കെ തുടങ്ങുന്നത് കൊണ്ട് കെട്ടിടം ഇല്ലാത്തതുകൊണ്ട് യൂണിറ്റിന്റെ പ്രസിഡന്റ് സ്വന്തം ഭൂമിയിൽ ഒരു കെട്ടിടം വെച്ച് വാടകയ്ക്ക് തന്നു. ഒരു ചെറിയ ഹാളായിരുന്നു. അപ്പോൾ അന്ന് അത് മതി എന്നുള്ള വിശ്വാസത്തിൽ അതാണ് ചെയ്തത്. പിന്നീട് ആ ഹാള് പോരാതെയായി. അവരോട് തന്നെ പിന്നെയും പറഞ്ഞു ഒരു ഹാളും കൂടി പണിത് തന്നു. അങ്ങനെ 2 ഹാളും ഒരു ഓഫീസ് റൂമാണ് ഇപ്പം നിലവിലുള്ളത്. അതിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. 5 പേരുണ്ട്. ലോൺ അടച്ചു കഴിയാറായോ? ലോൺ ഞങ്ങൾ 3 വർഷം കൊണ്ട് 2,20,000 രൂപയും അടച്ചു കഴിഞ്ഞു. കൂടുതൽ മറ്റു പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ കുറച്ചുകൂടി വിശാലമായ ഒരു കെട്ടിടം വാടകയ്ക്ക് എടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അതിലേക്ക് മെഷീനറികളെല്ലാം ഷിഫ്റ്റ് ചെയ്യുന്നതിനും 3 ഫേസ് ലൈൻ വലിക്കുന്നതിനും, അതിന്റെ അർത്ഥം നിങ്ങളുടെ ഉൽപാദനമൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആ കെട്ടിടം എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിലേക്കുള്ള പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു 3 ലക്ഷം രൂപയും കൂടി ഞങ്ങൾ ലോൺ എടുത്തു. ഈ ലോൺ അടച്ചതിന് ശേഷം ഒരാൾക്ക് ഏകദേശം എത്ര വരുമാനം ഉണ്ട് ഒരു മാസം? ഒരു മാസം 9,000-ത്തിനടുത്ത് വരുമാനം എല്ലാവർക്കും. അതില് ജോലി ചെയ്യുന്നവരല്ലേ? ഒരാളാണ്. ഞാൻ പല മേഖലയിലും ജോലി ചെയ്തിരുന്നു. അതിൽ നിന്നും ഏതൊക്കെ മേഖലയിലാണ് ജോലി? ആദ്യമായിട്ട് പ്രസ്സിൽ ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ദൂരസ്ഥലങ്ങളിൽ ആന്ധ്രയിൽ പോയി പഠിപ്പിച്ചിട്ടുണ്ട്. ശരി. അതൊക്കെ കഴിഞ്ഞ് അത് ദൂരെയാണ്. പ്രായം ചെന്ന അച്ഛനും അമ്മയായിരുന്നു. അപ്പം പിന്നെ ദൂരോട്ട് പോക്ക് നടക്കുകയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു അമ്മയാണ് കുടുംബശ്രീയിൽ അംഗമായിട്ടുണ്ടായിരുന്നത്. ആ സ്ഥാനത്തേക്ക് ഇവരെന്നെ വിളിക്കുകയും അങ്ങനെ ഞാൻ ഈ സ്ഥാനത്തേക്ക് വന്നു. ഇപ്പം നല്ല രീതിയിൽ ആ ജോലിയേക്കാളൊക്കെ മെച്ചപ്പെട്ട വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നു. മെച്ചപ്പെട്ട വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ന്യൂട്രി മിക്സ് സംബന്ധിച്ച് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ക്വാളിറ്റി, ഇല്ലേ? ക്വാളിറ്റി നന്നായി ഇല്ലെങ്കിൽ അത് വിൽക്കാൻ സാധിക്കില്ല. ആ ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? നമ്മൾ ഒരേ മോഡലിലെ സാധനങ്ങളാണ് വാങ്ങിക്കുന്നത്. ഒരു കടക്കാരന്റെ അടുക്കൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ബൾക്ക് പർച്ചേസിലൂടെയാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരേ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തരാനായിട്ട് നമ്മൾ ആവശ്യപ്പെടാറുണ്ട്. അതനുസരിച്ച് അത് മോശം സാധനമാണ് ഞങ്ങൾ തിരിച്ച് അയക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? പരിപ്പ് മോശമായി വരുമ്പോൾ വിളിച്ചു പറയും, തിരിച്ച് വണ്ടി വന്ന് എടുത്തോണ്ട് പോകും. സാധാരണ നമ്മൾ ഇന്ന് ഏത് ഒരു പ്രോഡക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പരസ്യം ടിവിയിലൊക്കെ കാണാറില്ല. അമൃതം ഫുഡിന് പ്രത്യേകിച്ച് പരസ്യം കൊടുത്തില്ല. ഇല്ല, നമ്മുടെ മൗത്ത് പബ്ലിസിറ്റി ആണോ നിങ്ങൾ? അല്ലേ, അതുകൊണ്ടല്ലേ വാക്കാലുള്ള അത് സാമൂഹ്യക്ഷേമ എടുക്കുകയാണ്. അംഗൻവാടി വഴിയാണ് ഇതിന്റെ സപ്ലൈ ഉള്ളത്. നിങ്ങൾ അതല്ലാതെ വേറെ ഉൽപ്പന്നങ്ങൾ അതൊക്കെ ആർക്ക് വേണമെങ്കിലും വാങ്ങാം. അതാണ് ഇവിടെ നമ്മുടെ മാഡം കൽപ്പന ചോദിക്കുന്നത്. അമൃതം ഫുഡ് മാത്രം ICDs വാങ്ങുന്നു. പിന്നെ ഞങ്ങളുടെ മറ്റു പ്രോഡക്റ്റാണ് അരിപ്പൊടി. അത് കുടുംബശ്രീയുടെ തന്നെ ഹൈപ്പർ മാർക്കറ്റ്, ഐശ്വര്യ ഹൈപ്പർ മാർക്കറ്റിൽ വിപണനമുണ്ട്. ഹോം ഷോപ്പ് വഴിയും കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ സീസൺ വർക്കാണ്, ഓണ സീസൺ വർക്കാണ്. സേമിയ പായസക്കിറ്റ്, ശർക്കര പായസക്കിറ്റ്, അവലോസ്, അവൽ വിളയിച്ചത്, അതൊക്കെ ഓണത്തിന് മാത്രം. അത് ഓണത്തിനല്ലേ അത് പോകത്തുള്ളൂ. അതുകൊണ്ട് ഓണത്തിന് മാത്രം അത് ചെലവാകും. നന്നായിട്ട് വിറ്റഴിയുന്നുണ്ടോ ഇത്? ചെയ്യുന്നത് കോട്ടയത്ത് മാത്രം ഒതുങ്ങി നിൽക്കുകയാണോ അതോ മറ്റ്? കോട്ടയാണ് ഇപ്പം ഞങ്ങളുടെ മെയിൻ അല്ലേ. അപ്പൊ ഞങ്ങൾ 5 പേരുള്ളത് കാരണം ഞങ്ങൾക്ക് സെയിലിനൊന്നും പോകാൻ പറ്റില്ല. പ്രൊഡക്ഷൻ മാത്രമേ ഞങ്ങളെ കൊണ്ട് നടക്കത്തുള്ളൂ. നമ്മുടെ ഹോം ഷോപ്പ് വഴി ഹോം ഷോപ്പ് ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് വരുന്നത്. അപ്പം പല ജില്ലകളിലേക്കും പോകുന്നുണ്ട് അല്ലേ? അത് കാരണം അല്ലാതെ നമ്മളിപ്പോ കാര്യം ഇപ്പൊ ഞാനിത് നമ്മുടെ കേട്ടിട്ടില്ല. നമ്മുടെ ഈ പ്രോഡക്റ്റ് ഇപ്പൊ കണ്ടത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന ആളുകൾ അത് തന്നെ വന്ന് ചോദിച്ച് ഞങ്ങളുടെ, അതായത് വിപണി കണ്ടെത്തുക എന്നുള്ള ഞങ്ങളുടെ സംരംഭങ്ങളുടെ, കുടുംബശ്രീ സംരംഭങ്ങളുടെ ഒരു പോരായ്മയാണ്. കാരണം ഇന്ന് ശ്രവ്യ മാധ്യമങ്ങളിലൂടെ ധാരാളം പരസ്യങ്ങൾ എത്തുമ്പോൾ കുടുംബശ്രീക്ക് പരസ്യത്തിന്റേതായ ഒരു ചാനലില്ലായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കുടുംബശ്രീ അംഗങ്ങളാണ് ഇതിനൊരു പരസ്യം എന്ന്. അപ്പൊ ഇതിന് വിപണി കണ്ടെത്താൻ വേണ്ടി ഒരു സ്ഥിരം വിപണന കേന്ദ്രം അത് ഞങ്ങൾക്ക് വളരെ അഭിമാനപൂർവ്വം പറയാവുന്നതാണ്. ഗ്രാമപഞ്ചായത്ത് വനിതാ വികസന ഫണ്ടിലെ 72 ലക്ഷം രൂപ മുടക്കി കെട്ടിടം പണിത് ഏറ്റുമാനൂരിന്റെ ഹൃദയ ഭാഗത്താണ്. എല്ലാവരെയും
അത് കോട്ടയം ജില്ലയുടെ മാത്രമല്ല സംസ്ഥാനത്തെ മുഴുവൻ കുടുംബശ്രീ സംരംഭകരുടെയും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു സംവിധാനമാക്കി മാറ്റിയിരിക്കുകയാണ്. അതെ, അതിനകത്ത് കുടുംബശ്രീ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് വന്നിരിക്കുന്നത്. കാരണം സാർ, കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ടേസ്റ്റ് ആണ് ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രോഡക്ട്സ്, ഞാനൊരു വലിയ ഫംഗ്ഷൻ ഇപ്പൊ നിങ്ങളുടെ ആ സ്ഥലത്ത് വെച്ച് ഇതിന്റെ ഈ പ്രോഡക്റ്റ് അംബാസഡറായിട്ട് എന്നെ തെരഞ്ഞെടുത്തിരുന്നു. അത് പറഞ്ഞ തോമസ് ഐസക് സാറായിരുന്നു. അപ്പൊ അന്ന് ഈ ഉണ്ടാക്കിയതല്ല, ഈ വയനാട്ടിൽ നിന്നൊക്കെ വന്നവരൊക്കെ നമ്മുടെ ഈ അപൂർവ വാഴക്കൂമ്പിന്റെ ഒക്കെ അച്ചാറ് എന്ത് ടേസ്റ്റ് ആയിരുന്നു കൊണ്ടുവന്ന് ഉപയോഗിച്ചപ്പോ. അപ്പൊ ഞാന് പലരോടും ഇത് പറഞ്ഞു, പക്ഷെ ഇത് കിട്ടാൻ സാധ്യതയില്ല. അന്ന് എനിക്ക് തന്നു, പക്ഷെ ഇത് നമ്മൾ ആരോട് ചോദിച്ചിട്ട് എവിടുന്ന് കിട്ടും ഇത്തരം നല്ല സാധനങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു വൈഡായിട്ടൊരു പബ്ലിസിറ്റിയുടെ കാര്യം നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, മറ്റു കാര്യങ്ങളും ചോദിക്കണം. കോർപ്പറേറ്റ് കമ്പനികളുടെ കുത്തകയായിരുന്ന സാനിറ്ററി നാപ്കിൻ നിർമ്മാണ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഏറ്റുമാനൂർ CDSലെ ഒരു കൂട്ടം സ്ത്രീകൾ. നമുക്ക് കാണാം കംഫർട്ട് സാനിറ്ററി നാപ്കിൻ ദൃശ്യങ്ങൾ. ഏറ്റുമാനൂരിൽ 2004 ആരംഭിച്ച കംഫർട്ട് സാനിറ്ററി നാപ്കിൻ യൂണിറ്റ് കേരളത്തിലെ ആദ്യത്തെ നാപ്കിൻ യൂണിറ്റാണ്. 5 വനിതകൾ ചേർന്നാണ് ഈ സൂക്ഷ്മ സംരംഭ യൂണിറ്റ് നടത്തുന്നത്. 2003 കുടുംബശ്രീ നടത്തിയ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ആശയം നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനം വഴി ഒരു വിജയ സംരംഭമാക്കി മാറ്റുകയായിരുന്നു ഇവർ. നഴ്സിംഗ് ജോലി ചെയ്തിരുന്ന ലിസി ജോലി രാജിവെച്ച് ഈ സംരംഭത്തിനായി മുന്നിട്ടിറങ്ങുകയായിരുന്നു. ഏറ്റുമാനൂർ കാനറ ബാങ്കിന്റെ ശാഖയിൽ നിന്നും 6.5 ലക്ഷം രൂപ വായ്പ എടുത്ത് യൂണിറ്റിന് തുടക്കം കുറിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ 5 കുടുംബങ്ങൾക്കും ഇതിൽ നിന്നൊരു വരുമാനം ലഭിക്കുന്നുണ്ട്. ഈ കൂട്ടായ്മയിലെ 5 പേരിൽ ഒരാൾ വിധവയാണ്. വായ്പാ തിരിച്ചടവ് കഴിഞ്ഞ് മാസം തോറും ലഭിക്കുന്ന 22,500 രൂപ ലാഭം 5 കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു. മറ്റു ജില്ലകളിൽ നാപ്കിൻ യൂണിറ്റുകൾ ആരംഭിച്ചപ്പോൾ അവർ പരിശീലനത്തിനായി സമീപിച്ചതും കംഫർട്ട് നാപ്കിൻ യൂണിറ്റിനെയാണ്. ഇതിനകം 5 ജില്ലകൾക്ക് ഇവർ ട്രെയിനിംഗ് നൽകിക്കഴിഞ്ഞു. പരിശീലനത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം ഇവരുടെ അധിക വരുമാനമാണ്. നാപ്കിൻ ഉൽപാദനം, ലേബലിംഗ്, പാക്കിംഗ് തുടങ്ങിയ എല്ലാ ജോലികളും ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകൾ തന്നെയാണ് ചെയ്യുന്നത്. സ്കൂൾ, കോളേജ്, കുടുംബശ്രീ വിപണന കേന്ദ്രം എന്നിവിടങ്ങൾ കൂടാതെ കുടുംബശ്രീയുടെ ഐശ്വര്യ ഹൈപ്പർ മാർക്കറ്റ് വഴിയും നാപ്കിൻ വിൽക്കപ്പെടുന്നു. NAC സ്കൂളിന്റെ ഹോസ്റ്റൽ, ഹോസ്പിറ്റൽ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, കുടുംബശ്രീയുടെ ഹോം ഷോപ്പ്, ഐശ്വര്യ സൂപ്പർ മാർക്കറ്റ്, നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് മാർക്കറ്റിംഗ് ഉണ്ട്. ഇതിൽ നിന്ന് നല്ലൊരു വരുമാനം ലഭ്യമാണ്. കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനായി പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 65 ലക്ഷം രൂപ മുടക്കിയാണ് ഐശ്വര്യ റീറ്റെയിൽ മാർക്കറ്റ് ആരംഭിച്ചത്. കുടുംബശ്രീ സംസ്ഥാന മിഷന്റെയും കൂടി സഹായത്തോടെ തുടങ്ങിയ ഐശ്വര്യ ഹൈപ്പർ മാർക്കറ്റിലൂടെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് സ്ഥിരം വിപണി കണ്ടെത്താൻ ഏറ്റുമാനൂർ CDSന് സാധിച്ചു. ജാതി, മത, സാമൂഹിക, സാമ്പത്തിക വേർതിരിവുകൾ ഇല്ലാതെ ലക്ഷ്യബോധത്തോടെയും കൂട്ടായ്മയോടെയും പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സൂക്ഷ്മ സംരംഭങ്ങൾ തൊഴിലിനും സാമ്പത്തിക ഉന്നമനത്തിനും ഒപ്പം സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഇടം നേടിക്കൊടുക്കുകയും ചെയ്യുന്നു. 18 കോടിയിലധികം രൂപ വായ്പയും 10.5 കോടിയിലധികം പുനർവായ്പയും അയൽക്കൂട്ടങ്ങൾക്ക് ലഭ്യമാക്കുക വഴി ഏറ്റുമാനൂർ കുടുംബശ്രീ അംഗങ്ങളെ പൂർണ്ണമായും വട്ടിപ്പലിശക്കാരിൽ നിന്നും മോചിപ്പിക്കാൻ CDSന് കഴിഞ്ഞു. എൻ്റെ ഈ വരുമാനം കൊണ്ട് എൻ്റെ കുടുംബത്തെ നിലനിർത്താൻ സാധിക്കുന്നു. എൻ്റെ ഭർത്താവിന് കെട്ടിടപ്പണിയാണ്, പുള്ളിക്ക് എന്നും പണി കണ്ടെന്ന് വരത്തില്ല. നിങ്ങളുടെ യൂണിറ്റ് CDSന്റെ കൃത്യമായ അവലോകന യോഗങ്ങൾ വിലയിരുത്തലുകൾക്കും പ്രശ്ന പരിഹാരങ്ങൾക്കും സാധ്യത നൽകുന്നു. കുടുംബശ്രീ പ്രവർത്തനങ്ങളും സൂക്ഷ്മ സംരംഭങ്ങളും പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് കാരണമാകുന്നതോടൊപ്പം സ്ത്രീകളുടെ രാഷ്ട്രീയ ശാക്തീകരണത്തിനും വഴിവെക്കുന്നു. ഏറ്റുമാനൂരിലെ 23 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ 13 സ്ത്രീ അംഗങ്ങളിൽ 12 പേരും കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ നിന്ന് ഉയർന്നു വന്നവരാണ്. ഇതിനു മുമ്പ് ചില കുടുംബശ്രീ CDSമാർ വന്നിട്ട് ഇത്
സാനിറ്ററി യൂണിറ്റ് സംബന്ധിച്ച് പറഞ്ഞു. ഇതൊരു ഹൈ ഇൻവെസ്റ്റ്മെന്റ് ലോ റിട്ടേൺ ഏരിയ ആണ്. അത് സംബന്ധിച്ച് നിങ്ങൾ എന്താ ചെയ്യുന്നുണ്ട്? കുടുംബശ്രീയുടെ സബ്സിഡി, ഇന്നൊവേഷൻ ഫണ്ട്, ടെക്നോളജി ഫണ്ട്, 6.5 ലക്ഷം രൂപ ബാങ്കിന്റെ ലോൺ, പിന്നെ ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ 50,000 രൂപ. അത്രയും ഇൻവെസ്റ്റ്മെന്റോട് കൂടിയാണ് യൂണിറ്റ് ആരംഭിച്ചത്. മുതൽ മുടക്ക് മൊത്തത്തിലായത്? മൊത്തം 10 ലക്ഷം. 10 ലക്ഷം. ഏത് വർഷമാണ് തുടങ്ങിയത്? 2004. 2003 ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം, അന്നത്തെ DMC ആയിരുന്ന ടോണി മൈക്കിൾ സാറിന്റെ ഒരു കുടുംബശ്രീയുടെ മോട്ടിവേഷൻ ക്ലാസ്സിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം കിട്ടിയത്. ഞാൻ സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ജോലിക്ക് പോകാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ കുടുംബശ്രീയിൽ അംഗമായി. സാധിക്കാതെ അങ്ങനെയല്ല. എവിടെയാ മുമ്പ് ജോലി? ഞാൻ ആന്ധ്രയിലായിരുന്നു. അവിടെ പഠിച്ച് അവിടെ തന്നെ വർക്ക് ചെയ്യുകയായിരുന്നു. ആ സമയത്തായിരുന്നു കല്യാണം. അല്ല, ഇപ്പൊ ചോദിച്ചത് ഇത്രയും മുതൽ മുടക്കിയിട്ട് അത് ലാഭകരമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ്. സാധിക്കുന്നുണ്ട്. പറയൂ, എങ്ങനെയാ അത് സാധിക്കുന്ന? ഇപ്പൊ ഞങ്ങൾക്ക് മെറ്റേണിറ്റി പാഡ് കൂടെ ചെയ്യുന്നു. ആദ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ള നോർമൽ പാഡായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അത് തന്നെ ഇപ്പം പുതിയ വിങ്സിന്റെ മോഡൽ വന്നപ്പോൾ കോമ്പറ്റീഷൻ ആണല്ലോ, അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ ചേഞ്ച് ആകാൻ ആഗ്രഹിച്ചു. അങ്ങനെ മെറ്റേണിറ്റി പാഡ് കൂടെ സ്റ്റാർട്ട് ചെയ്തു. അത് ഹോസ്പിറ്റൽ വഴിയൊക്കെ ഞങ്ങൾക്ക് സെയിൽ ആവുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഏജൻസി ഒരു കാസർഗോഡ്, കൊല്ലം, കണ്ണൂർ ജില്ലകളിൽ നിന്ന് ഏജൻസി മുമ്പോട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഇതിനടുത്ത് സെയിൽ ചെയ്യാനായിട്ട്. ഈ 10 വർഷവും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ പറ്റി. ഇടയ്ക്ക് ഞങ്ങൾക്ക് ചെറിയ ക്രൈസിസ് വന്നിരുന്നു. അപ്പൊ ആ മിഷനറി ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്ക് സോഷ്യൽ ആക്സിയം സോഷ്യൽ സർവീസ് ദിണ്ടിഗൽ എന്ന് പറയുന്ന സ്ഥലത്താണിത് ട്രെയിനിങ്ങിൽ ലഭിച്ചത്. അവിടെ നിന്ന് നമുക്ക് ഇപ്പം മാർക്കറ്റിലുള്ള അതേ രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നില്ല കിട്ടിയിരുന്നത്. അപ്പൊ ഞാൻ പഠിച്ചിരുന്നത് സ്പോർട്സ് ഡിവിഷനിലായിരുന്നു. അപ്പൊ ഇങ്ങനെ സ്പോർട്സിനൊക്കെ പോയി എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോയുള്ള പരിശീലനം, പിന്നെ ഈ നേഴ്സിംഗ് പഠിച്ചതിന്റെ അത് വർക്ക് ചെയ്തതിന്റെ ഒക്കെ വെച്ചിട്ട് ആ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ബോംബെ, ഹൈദരാബാദ്, ഗുജറാത്ത്, മദ്രാസ് അങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ പോയി യൂണിറ്റുകൾ കണ്ടു, മെറ്റീരിയലുകൾ നേരിട്ട് കണ്ടു. അങ്ങനെ അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ ഫീൽഡിലോട്ട് വന്നത്. മാർക്കറ്റിൽ കമ്പനികൾ വിൽക്കുന്നതിനേക്കാൾ വില കുറച്ചാണോ? ഏകദേശം അതിനോടനുബന്ധിച്ചാണ് വരുന്നത്. കാരണം നമ്മൾ തീരെ വില കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഇല്ല എന്നുള്ള ഒരു ഇത് വരും. അതുകൊണ്ട് തീരെ വില കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ തന്നെയല്ല, കമ്പനികൾ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് മെഷീനറിയിലായതുകൊണ്ട് അവർക്ക് ലേബർ കോസ്റ്റ് കുറവ് മതി. നമുക്ക് ഓട്ടോമാറ്റിക് മെഷീൻ അല്ലാത്തതുകൊണ്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് തൊഴിൽ വേണമല്ലോ നമുക്ക്. എത്ര മണിക്കൂർ ജോലി ചെയ്യും? ഞങ്ങൾ 8 മണിക്കൂർ ജോലി. ഇതപ്പോ നിങ്ങൾ കൺസ്യൂമർ മാർക്കറ്റിലാണ് വിൽക്കുന്നത് അല്ലേ? എല്ലാവർക്കും സാധാരണ പിന്നെ ഷോപ്പിൽ കൂടാണ് അതിന്റെ വിൽപ്പന? അല്ലല്ല, അത് ബ്രാൻഡ് ചോദിച്ച് വാങ്ങിക്കുന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുടുംബശ്രീയുടെ ഹോം ഷോപ്പ് ഉണ്ട്, ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ തന്നെ നേരിട്ട് ഹോസ്റ്റൽ വഴി സാമ്പിൾ കൊടുത്ത് ഓർഡർ വാങ്ങിക്കുന്നു. സ്കൂളും കോളേജിൽ പോകുന്ന ഉണ്ട്. കോളേജിന്റെ ഒക്കെ സൊസൈറ്റി വഴി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് കുടുംബശ്രീ യൂണിറ്റ് മാതിരി വഴി ഇത് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കും? കുടുംബശ്രീ യൂണിറ്റ് വഴി ഉണ്ട് ഞങ്ങൾക്ക് സെയില്. ഇത് നമ്മളിങ്ങനെ തുടങ്ങിയത് തന്നെ ഈ ഒരു യൂണിറ്റിന് ആരംഭം കുറിച്ച് തന്നെ കുടുംബശ്രീ എന്ന് പറയുന്ന സംരംഭം സ്ത്രീകളെ സംബന്ധിച്ചുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ ഒരുപാട് വിപണന സാധ്യത ഉണ്ടെന്നുള്ള ഒരു ഇതിലാണ് അടിസ്ഥാനത്തിൽ ഇതുമാതിരിയുള്ള സംരംഭങ്ങളെ നടത്തുമ്പോഴും അവർക്ക് വരുന്ന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അതിന് സപ്പോർട്ടായിട്ട് എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? ഇപ്പോൾ ഒരു ക്രൈസിസ് ഉണ്ട്. അവര് നമ്മളോട് പറയുന്ന സമയത്ത് ക്രൈസിസ് മാനേജ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കുടുംബശ്രീ മിഷൻ 2 ലക്ഷം രൂപ വരെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അത് അവര് തവണകളായിട്ട് ആണ് അടച്ചു തീർക്കുന്നത്. അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇപ്പൊ ഏറ്റുമാനൂരിനെ സംബന്ധിച്ച് ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു യൂണിറ്റ് എന്ന് പറയാം. കാരണം മറ്റ് പ്രോഡക്ട്സുകളെല്ലാം ഇറക്കുമതി ചെയ്താണ് അവർ പാക്ക് ചെയ്ത് മാത്രമാണ് കൊടുക്കുന്നത്. ഇത് കുടുംബശ്രീ ഈ യൂണിറ്റ് ആണ് ഏറ്റവും ആദ്യമായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് ആയിട്ട് എടുത്ത് ഇവർക്ക് ഇന്നോവേഷൻ ഫണ്ട്, ടെക്നോളജി ഫണ്ട് എല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട്. ആദ്യത്തെ യൂണിറ്റ് എന്നുള്ള നിലയിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? മറ്റുള്ള ഉണ്ട്. ഇവര് മാസ്റ്റർ ട്രെയിനേഴ്സാണ്. അങ്ങനെ വരുമ്പോൾ അതൊരു അഡീഷണൽ വരുമാനം ആയിട്ട് ഇതാകുന്നു. നമുക്ക് ഇനി ഒരു ഫിലിം കൂടിയുണ്ട്, കേറ്ററിംഗ് യൂണിറ്റിനെ കുറിച്ചാണ്. ഭക്ഷണശാല അല്ലേ?
ഏറ്റുമാനൂരിൽ സ്ത്രീകളുടെ ഒരു കാറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്, ഗ്രാമശ്രീ കാറ്ററിംഗ് യൂണിറ്റ്. നമുക്കിവരുടെ പാചകപ്പുര വരെ ഒന്ന് പോയി വരാം. ഏറ്റുമാനൂരിലെ ചെറുവണ്ടൂരിൽ പ്രവർത്തിക്കുന്ന ഗ്രാമശ്രീ വനിതാ കാറ്ററിംഗ് യൂണിറ്റ് 2010 ആരംഭിച്ച സൂക്ഷ്മ സംരംഭമാണ്. രുചികരമായ വിധത്തിൽ പാചകം ചെയ്ത് എല്ലാവിധ ഭക്ഷണ പദാർത്ഥങ്ങളും ചടങ്ങുകൾക്കും മറ്റാവശ്യങ്ങൾക്കും എത്തിച്ചു കൊടുക്കുകയാണ് ഗ്രാമശ്രീ പ്രവർത്തകർ ചെയ്യുന്നത്. ലാഭവിഹിതം ഉപയോഗിച്ച് ഇതിനകം പാത്രങ്ങൾ, ഗ്യാസ് അടുപ്പ് എന്നിവ ഗ്രാമശ്രീ പ്രവർത്തകർ വാങ്ങിക്കഴിഞ്ഞു. 6 അംഗങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. കൂട്ടത്തിലെ ഒരാൾ വിധവയും മറ്റൊരാളെ ഭർത്താവ് ഉപേക്ഷിച്ചതുമാണ്. 13 വർഷമായി കുടുംബശ്രീയിൽ ചേർന്നിട്ട് കുടുംബശ്രീയിൽ നിന്ന് എനിക്ക് വന്ന് വരെ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഒത്തിരി വീട്ടിൽ ബുദ്ധിമുട്ടി ജീവിച്ച ഒരു സ്ത്രീയാണ്. എൻ്റെ ഒരു മോനുള്ളത് മരിച്ചുപോയി, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയാണ്. പിന്നെ കുടുംബശ്രീയിൽ നിന്നാണ് എനിക്ക് എല്ലാം ഉണ്ടായത്. അഭിമാനത്തോടെ കുടുംബം നോക്കുന്നവരെയും നഷ്ടപ്പെട്ട ജീവിതവും അഭിമാനവും തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞവരെയും ഇക്കൂട്ടത്തിൽ കാണാം. പ്രതിമാസം 1,20,000 രൂപ വിറ്റുവരവുള്ള ഗ്രാമശ്രീ യൂണിറ്റിന്റെ ലാഭം ഏകദേശം 70,000 രൂപയാണ്. സ്പോൺസേഴ്സ് ജോലി ഏൽപ്പിക്കുന്നത് വഴി ആശുപത്രികളിലെ രോഗികൾക്കും ഗ്രാമശ്രീ കേറ്ററിംഗ് യൂണിറ്റ് ആരോഗ്യപ്രദമായ ഭക്ഷണം എത്തിക്കുന്നുണ്ട്. എനിക്ക് ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരു നല്ലൊരു തുക സമ്പാദിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഞാൻ എൻ്റെ കുടുംബം രക്ഷപ്പെടുന്നത്. ജീവിതത്തിലെ എണ്ണമറ്റ പ്രശ്നങ്ങൾ മറക്കാനും പ്രശ്നങ്ങൾക്ക് പരസ്പരം പരിഹാരം കണ്ടെത്താനും സമാശ്വാസത്തിന് വഴിയൊരുക്കാനും കൂടി കുടുംബശ്രീ പ്രവർത്തകരുടെ സൂക്ഷ്മ സംരംഭങ്ങൾക്കും കൂട്ടായ്മകൾക്കും കഴിയുന്നു. പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയും കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഗ്രാമശ്രീ കേറ്ററിംഗ് യൂണിറ്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെട്ടിടം സൗജന്യമായി ഒരാൾ പ്രവർത്തിക്കാനായി നൽകിയതാണ്. കുടുംബശ്രീ CDSന് കീഴിലെ വിപണന കേന്ദ്രത്തിന്റെ പണി പൂർത്തിയാകുന്നതോടെ കാറ്ററിംഗ് രീതിയിൽ നടന്നുവരുന്ന ഗ്രാമശ്രീയുടെ പ്രവർത്തനം കഫേ കുടുംബശ്രീയായി മാറും. കുടുംബശ്രീ ജില്ലാ മിഷന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളും ഏറ്റുമാനൂർ CDS ചെയ്തിട്ടുണ്ട്. കുടുംബശ്രീയുടെ സംയുക്ത ബാധ്യതാ ഗ്രൂപ്പുകൾ കൃഷി ചെയ്യുന്ന പാവൽ, പടവലം, പയർ, കോവൽ, ഏത്തവാഴ, കപ്പ തുടങ്ങിയ ജൈവ പച്ചക്കറികൾ കാറ്ററിംഗ് യൂണിറ്റിൽ പാചകത്തിന് ഉപയോഗിക്കുന്നു. കാർഷിക വൃത്തിയും ചെറുകിട വ്യവസായവും ഉപജീവന മാർഗമാക്കിയവരാണ് ഏറ്റുമാനൂർ പ്രദേശത്ത് കൂടുതൽ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭക്ഷ്യസുരക്ഷ, സാമ്പത്തിക ഉന്നമനം, കൂടിയ അളവിലുള്ള കാർഷിക ഉൽപാദനം തുടങ്ങിയവ കുടുംബശ്രീ കൃഷി സംരംഭങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്നു. എത്ര കൊല്ലമായി തുടങ്ങിയിട്ടത്? 2009 ഇത് ആരംഭിച്ചത്. മുതൽ മുടക്ക് എത്ര ആയിരുന്നു ആദ്യത്തെ? ആദ്യം ഞങ്ങൾ ചെറിയ തോതിൽ കയ്യിൽ നിന്ന് കാശിട്ട് തന്നെ മുടക്കി ഉണ്ടാക്കി. ആദ്യം ഞങ്ങൾ 50 പേർക്കുള്ള ഫുഡാണ് ആദ്യം കൊടുത്തത്. അതിൽ നിന്ന് വളർന്ന് 250 500 1000 വരെ ആയി. ഞങ്ങൾ പാത്രമൊക്കെ വാങ്ങാൻ പൈസ ചെലവായില്ലേ? ഞങ്ങൾ സ്വന്തം ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശിട്ട് തന്നെ സാധനങ്ങളെല്ലാം വാങ്ങി. ബാങ്കിൽ നിന്ന് ലോണൊന്നുമില്ല. കുടുംബശ്രീന്റെ ലോൺ എടുത്തോ? അയൽക്കൂട്ടത്തിന്റെ ചെറിയ ലോൺ. അയൽക്കൂട്ടത്തില് ലോൺ കൊടുക്കുമ്പോഴേ നിങ്ങൾ പലിശ ഈടാക്കില്ലേ? 1 രൂപ 100 രൂപയ്ക്ക് 1 രൂപ, 1%. ഒരു വർഷം 1% വെച്ച് കൊടുത്താലേ നിങ്ങളുടെ ഫണ്ട് വലുതാവില്ലല്ലോ. സാധാരണ ഞങ്ങള് എല്ലാം സാധാരണ സ്ത്രീകളാണ്. അപ്പൊ ഈ ബ്ലേഡുകാരെ മേടിക്കുന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഞങ്ങളുടെ വീട്ടുമുറ്റത്തെ ബാങ്കാണ് ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തിലെ. അപ്പം ഞങ്ങൾക്കും സഹായമാകണം, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും പരസ്പരം സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് അതെ കൃത്യമായ തിരിച്ചടവ് കൊണ്ട് ആവശ്യക്കാർക്ക് ലോൺ കൊടുക്കുവാനും ഞങ്ങളുടെ അയൽക്കൂട്ടത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനും ഇതിനകത്ത് സാധിക്കുന്നുണ്ട്. കാരണം ചെറിയ ചെറിയ സംരംഭങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ലോൺ ആയതുകൊണ്ട് അതിന് ലോൺ കുടിശ്ശികയില്ലാതെ അവർ കൃത്യമായിട്ട് അടയ്ക്കുകയും വീണ്ടും കൂടുതൽ തുക എടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് അയൽക്കൂട്ടത്തിന്റെ വരുമാനമാണ്. എല്ലാ വർഷവും അവസാനം ഇവർ പലിശ വിധിക്കുമ്പോൾ നല്ലൊരു തുക അവർക്ക് വീതം കിട്ടുന്നുണ്ട്. അത് വീണ്ടും നിക്ഷേപത്തിലേക്ക് ഇടുവാണ്. ശരി, ഭക്ഷണ മഹാത്മ്യം പറഞ്ഞോളൂ. ഒരു ദിവസം എത്ര മണിക്കൂർ ഇതിനുവേണ്ടി ജോലി? എപ്പോ വരും? രാവിലെ വെളുപ്പിനെ 3 മണിക്ക് ഞങ്ങൾ പരിപാടി തുടങ്ങും. 3 മണിക്ക്? അതായത് വീടുകളിലാകുമ്പോൾ ഞങ്ങൾക്ക് സാധനം ലോഡ് കയറ്റി പോകണം. 3 മണിക്ക് എന്താ ചെയ്യുക? ആദ്യം സാധനങ്ങൾ കയറ്റി
ഈ ഭക്ഷണശാലയിൽ വരണോ 3 മണിക്ക്? അതോ അല്ല, വീട്ടിലിരുന്ന് ഞങ്ങൾക്കൊരു ചെയ്യാം? വീട് ഇവിടെ തന്നിട്ടുണ്ടോ, ഫ്രീ ആയിട്ട് വീട് തന്നിട്ടുണ്ടല്ലോ, ആ വീട്ടിലാണ് ഞങ്ങൾ പാചകം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് എണീറ്റ് 3 മണിക്ക് ഈ വീട്ടിൽ വരുമോ? ആ വരും, രാവിലെ രാവിലെ 3 മണിക്ക്. എന്നാലേ 12 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് 8-10 കൂട്ടം കറി കൂട്ടി ചോറ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പൊ പറയൂ, ഒരു ദിവസത്തെ ദിനചര്യകൾ എന്തൊക്കെയാണെന്ന്. 3 മണിക്ക് വന്ന് ഈ ഭക്ഷണമൊക്കെ തയ്യാറാക്കും. തയ്യാറാക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ചെറിയ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ല, പണി തന്നെ. അല്ല, പക്ഷെ നിങ്ങൾ ഈ 6 പേര്, അപ്പൊ നിങ്ങൾക്ക് പിന്നെ കാഫി ഷോപ്പും ഇല്ലേ? ഇല്ല ഇല്ല ഇല്ല, കാറ്ററിംഗ് മാത്രം. ഊണ് മാത്രമേ ഉള്ളൂ, ഉച്ചയ്ക്ക് മാത്രം അല്ലേ? അല്ല, ഞങ്ങൾക്ക് ഊണിന്റെ ഓർഡർ അനുസരിച്ച് ഞങ്ങൾ കാപ്പിയും ചെറുകടിയും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ തന്നെ വെച്ച്. ഓ, അവിടെ ആൾക്കാർക്ക് വന്ന് കഴിക്കാം. ഉണ്ട്. കാറ്ററിംഗ് മാത്രം. ഊണുകാർ ഞങ്ങൾ രാവിലത്തെ കാപ്പിയും പലഹാരവും പറയും. ജില്ലാ പഞ്ചായത്ത് ഞങ്ങളുടെ കല്യാണം വരുവാണെങ്കിൽ അവർക്ക് രാവിലത്തെ അല്ലാതെ ഹോട്ടലായിട്ടില്ല. പിന്നെ വൈകിട്ടത്തെ അത്താഴ സദ്യ ഉണ്ട്. അങ്ങനെ എല്ലാം ഓർഡർ അനുസരിച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഹോട്ടലായിട്ടില്ല. ഇവരുടെ യൂണിഫോമിൽ പോയാണ് കല്യാണത്തിനൊക്കെ വിളമ്പുകയൊക്കെ ചെയ്യുന്നത്. അത് ശരിയാണ്. പക്ഷെ അവര് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. അത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഒരു കാര്യം പറയാനുള്ളത്, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നില്ല, അതിന് സമയം കിട്ടുന്നില്ല, പണിയല്ലേ. അപ്പൊ രാവിലത്തെ ഭക്ഷണമില്ല? രാവിലത്തെ ഭക്ഷണം കഴിക്കാറില്ല. എത്രയും കഴിക്കാറില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് കഴിക്കും 6 പേര്. 12 മണിക്ക് ഫുഡ് എവിടേക്കാ കൊടുക്കുന്നത്? ഞങ്ങൾ ഓർഡർ ചെയ്ത് നിങ്ങൾ പറയുന്ന സ്പോട്ടിലെത്തിക്കും. ആശുപത്രിയിൽ കൊടുക്കുന്നുണ്ട്. ആശുപത്രി സ്വന്തമായിട്ട് എത്ര പേർക്കുള്ളത് ഉണ്ടാക്കും ആശുപത്രി? ഹോസ്പിറ്റലിൽ ഞങ്ങൾ പിന്നെ അവിടെ കിടക്കുന്ന പേഷ്യന്റുകളെ നമ്മൾ തലേ ദിവസം വിളിച്ച് ചോദിക്കും എത്ര പേഷ്യന്റ് ഉണ്ടെന്ന്. അതനുസരിച്ച് പേഷ്യന്റുകൾ രാവിലെ ഫുഡ്. ശരാശരി 16-18 ചെറിയൊരു അധികം പേഷ്യന്റ് ഇല്ലാത്തത്. അത് ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നതാണോ? ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്ന ദിവസങ്ങളിലേ അത് കൊടുക്കാനുള്ളൂ? അല്ല, ഡെയിലി കൊടുത്തു. ഡെയിലി. എത്ര വരുമാനം കിട്ടും ഓരോരുത്തർക്കും? എന്ത് വരുമാനം മാസാമാസം? 5000 അതിൽ കൂടുതൽ 15,000 രൂപ. 10,000 ഒക്കെ കിട്ടുന്ന. അല്ല, അവർക്ക് അത് പറയാൻ വിഷമം. അപ്പൊ മനസ്സിലായി എനിക്ക്. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ സന്തോഷമേ ഉള്ളൂ. ബാങ്കിൽ ഇടുന്നുണ്ടോ? ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ നിങ്ങൾക്ക്? ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. ഈ പൈസ ബാങ്കിലേക്ക് ഇടാറുണ്ട്. യൂണിറ്റിനാണോ അക്കൗണ്ട് അതോ ഓരോരുത്തർക്കും? കൃഷി കാണിച്ചില്ലേ, ഓർഗാനിക് മലക്കറി, അതെല്ലാം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് 27 ഗ്രൂപ്പുകള് 59 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഇവർക്ക് ആവശ്യമുള്ള പച്ചക്കറി അവര് ഈ സംഘകൃഷി ഗ്രൂപ്പുകളുടെ കയ്യിൽ നിന്നാണ്. സംഘകൃഷി ഗ്രൂപ്പുകൾക്ക് പലിശരഹിത വായ്പ സംഘടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വർഷം കൊണ്ട് അവരുടെ കൃഷിയുടെ വിളവെടുക്കുന്ന സമയത്ത് ബാങ്കിൽ അടച്ചു തീർത്ത് വീണ്ടും അവർക്ക് സംഘകൃഷിയിൽ ഉൾപ്പെട്ട ആരൊക്കെ ഉണ്ട്? ഞങ്ങൾ പരമ്പരാഗതമായി കൃഷി ചെയ്ത് വന്നുകൊണ്ടിരുന്നതാണ്. അങ്ങനെയാണ് കുടുംബശ്രീയിൽ 2002 അംഗമാകുകയും അതിനുശേഷം സംഘകൃഷി ഗ്രൂപ്പ് രൂപീകരിക്കുകയും കുടുംബശ്രീ മുഖേന ഗ്രൂപ്പിന് ഒത്തിരി ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാനും സാധിച്ചു. അപ്പം അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന എൻ്റെ ഭർത്താവ് കർഷകനാണ്. അപ്പം ആ ഭർത്താവിന്റെ കൂടെ സ്ത്രീകൾക്കും കൂടി ഇറങ്ങി ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് ഈ കുടുംബശ്രീ മുഖേന ഞങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഏകദേശം 27 ഗ്രൂപ്പാണ് ഞങ്ങളുടെ ഏറ്റുമാനൂർ ഗ്രാമപഞ്ചായത്തിൽ ഉള്ളത്, സംഘകൃഷി ഗ്രൂപ്പ്. അതിൽ 17 ഗ്രൂപ്പും ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത് ഏകദേശം 2 ലക്ഷം രൂപ വീതം വായ്പ നേടിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? ഞങ്ങളുടെ ഗ്രൂപ്പിൽ 4 പേര്. എന്താ ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഏത്തവാഴ, പാവല്, പടവലം, പയറ്, കപ്പ, ഇടവിളയായിട്ട് ചേന, മഞ്ഞള്, ഇഞ്ചി, ചീര. എത്ര ഏക്കർ സ്ഥലത്ത്? ഏകദേശം ഞങ്ങളൊരു 12 ഏക്കർ വരെ ചെയ്യും. ഒരു ഗ്രൂപ്പ് അത് 12 ഏക്കർ വരെ ചെയ്യും. അപ്പൊ 12 ഏക്കർ എന്ന് പറയുമ്പോൾ വർഷത്തില് സെപ്റ്റംബർ തൊട്ട് കൃഷി ചെയ്യുന്ന വിളയായിട്ട് വരും പാവല്. അങ്ങനെയാ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ മാസവും എന്തെങ്കിലും വിള ഉണ്ടായിരിക്കും. ഈ ഭൂമി നിങ്ങളുടെ ഓരോരുത്തരുടെ ആണോ അതോ പാട്ടത്തിനെടുക്കും? ഭൂമി സ്വന്തമായിട്ടുമുണ്ട്, പാട്ടത്തിനുണ്ട്. എവിടെയാ അത് വിൽക്കുന്നത്? ജൈവകൃഷിയാണല്ലോ. എന്തോ ജൈവകൃഷിയാണ്. രാസവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് അങ്ങനെ പറയാൻ പറ്റുമല്ലോ. കൃഷിയുടെ ജൈവവളം എന്ന് പറഞ്ഞു മണ്ണിര കമ്പോസ്റ്റിനുള്ള ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ആ മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കും. ആട്, പശു, കോഴി ഇതിലെല്ലാം ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് വളർത്തുന്നത് കൊണ്ട് അതിന്റെ കാഷ്ടവും അങ്ങനെയുള്ള സംഭവം എല്ലാം ഇതിനകത്തേക്ക് നമ്മൾ മൃഗീയമായിട്ടില്ല.
ഇല്ല ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തൊരു ഇത്തിരി. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ശകലമൊക്കെ ഇതിന്റെ കീടനാശിനികൾ തളിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഏറ്റുമാനൂര് പണ്ട് കുറെ കാലം മുതൽ തന്നെ പച്ചക്കറി കൃഷി നല്ലോണം ഉള്ള സ്ഥലമാണ്, പടവല് പാവലൊക്കെ. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളും ഒക്കെ അവിടെ ധാരാളമായിട്ടുണ്ട്. അപ്പൊ ഈ നിങ്ങളുണ്ടാക്കുന്ന പച്ചക്കറികളും അവരുണ്ടാക്കുന്ന പച്ചക്കറികളുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമോ, മാർക്കറ്റിൽ വിലയ്ക്ക് വ്യത്യാസമോ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ വ്യത്യാസം എന്ന് പറയാൻ ഒരേ കൃഷി രീതികളും ഒരേ രീതികളുമാണ് പിന്തുടരുന്നത്. അവര് ചെയ്യുമ്പോൾ തന്നെയാണ് നിങ്ങൾ അവര് ചെയ്യുന്ന പോലെ ചെയ്യുന്നത് പോലെ മറ്റുള്ള കർഷകർ ചെയ്യുന്ന പോലെയുള്ള കീടനാശിനി നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പൊ അവിടുത്തെ കീടം കൂടി ഇങ്ങോട്ട് വരില്ലേ? അങ്ങനെ അവര് ചെയ്യുന്ന ആ സ്ഥലത്ത് തന്നെ അല്ലല്ലോ നമ്മൾ പാട്ടം ചെയ്യുന്നത്. ശരി. റിക്വസ്റ്റ്, ആ ചേച്ചിയുടെ പേരെന്താ അറ്റത്തിരിക്കുന്നത്? ചേർന്ന് ചോദിച്ചു പറയൂ, പേരെന്താണ്? അമ്മുക്കുട്ടി. അമ്മുക്കുട്ടി, നിങ്ങൾ ഭക്ഷണത്തിന്റെ എടുക്കുമ്പോ ചേച്ചി ഈ ചേച്ചിയെ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ കൂടെ ചേർക്കും. ഒന്ന് പച്ച പിടിക്കട്ടെ. നിങ്ങള് എന്ത് സാഹചര്യത്തിലാണ് ഈ കുടുംബശ്രീയിൽ വന്നത് എന്ന് ചോദിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എനിക്ക് സ്വന്തമായിട്ട് സ്ഥലവും വീടും ഒന്നും ഇല്ലായിരുന്നു. ആശ്രയ ഫാമിലിയാണ്. പറയൂ. അപ്പൊ നിങ്ങളുടെ അനുഭവം പറയൂ. ആശ്രയയുടെ ആനുകൂല്യങ്ങൾ കിട്ടിയാണ് ഞാൻ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇട്ട പോലത്തെ ശബ്ദം? എന്റെ വീട്ടില് 10-15 പേരുണ്ടായിരുന്നു ഞങ്ങള്. 10-15 പേരുണ്ടായിരുന്നു എല്ലാവരും കൂടി. അപ്പൊ സ്വന്തമായിട്ട് സ്ഥലവും വീടും ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ കുടുംബശ്രീയിലെ അംഗമാണ്. അപ്പൊ ആശ്രയ പദ്ധതിയിൽ എന്നെ പെടുത്തുകയും സ്ഥലവും വീടും കക്കൂസ് കിണറ് എല്ലാം കിട്ടി. എനിക്ക് ഭക്ഷണ സാധനങ്ങൾ എല്ലാം മാസം തോറും തന്നുകൊണ്ടിരുന്നു. ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നു. അതൊരു പദ്ധതിയാണ് ആശ്രയ എന്ന് പറഞ്ഞിട്ട്. അതിൽ വക കൊള്ളിച്ച് പഞ്ചായത്തിൽ നിന്നും അല്ലാതെയും അവർക്ക് പൈസ കിട്ടും. പക്ഷെ അത് നടത്തുന്നത് കുടുംബശ്രീയാണ്. ആശ്രയ പദ്ധതി 2004-2005 കാലഘട്ടത്തിലാണ് നമ്മുടെ പഞ്ചായത്തിൽ തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ നമ്മളൊരു 40 പേരെ സെലക്ട് ചെയ്തു. നിരാലംബരായവര്, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത വിധവകളായിട്ടുള്ള കുടുംബശ്രീക്ക് ഒരു 9 ക്ലേശ ഘടകങ്ങളുണ്ട്. അതിൽ 7 എണ്ണോ അതിലധികമോ വരുന്നവരെയാണ് നമ്മൾ സർവേ ചെയ്ത് കണ്ടെത്തി 40 കുടുംബങ്ങളെ കണ്ടെത്തി. ആ 40 കുടുംബങ്ങളില് കുറച്ച് ആളുകൾ, അതായത് ഈ സാമ്പത്തിക വർഷമൊക്കെ ആയപ്പോഴത് കുറച്ച് ആളുകൾ മരണപ്പെട്ടുപോയി. കുറച്ച് ആളുകള് ആശ്രയ അഗതി എന്നുള്ള ഒരു ഇതിൽ നിന്ന് മുന്നോട്ട് കുറച്ചുകൂടി അപ്ലിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ 2 പ്രോജക്റ്റ് ആയിട്ടാണ്. ആദ്യ കാലഘട്ടത്തില് 40 പേരും ഇപ്പോൾ നമ്മൾ രണ്ടാമത് വീണ്ടും സർവേ ചെയ്ത് 84 കുടുംബങ്ങളെയും കൂടി കണ്ടെത്തിയിട്ടുണ്ട്. കുടുംബങ്ങളാണോ അതോ ഇതുപോലെ ഒരു കുടുംബങ്ങൾ? ഓരോ കുടുംബമാണ്. അവര് പറഞ്ഞു 15 പേരുള്ള ഒരു ഫാമിലി, ഒരു കൂട്ടുകുടുംബത്തിലാണ്. എല്ലാം നേരിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള 15 പേരുള്ള ഒരു കുടുംബത്തിനെ എങ്ങനെ നിരാലംബനാണെന്ന് പറയാൻ പറ്റും? സാറേ, അത് ഒരു പുരുഷനായിട്ട് ഇവരുടെ സഹോദരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങേര് രോഗിയാണ്, ഭർത്താവ് രോഗിയാണ്. പിന്നെ അമ്മയും സഹോദരിമാരും അവരെല്ലാം അവിവാഹിതരായിരുന്നു. ഈ ചേച്ചി മാത്രമേ വിവാഹം കഴിച്ചതായിട്ടുണ്ടായിരുന്നു. ജോലിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഖാദിയുടെ ഒരു യൂണിറ്റ് ഉണ്ട്. അത് നൂല് ചക്ക കൈകൊണ്ട് ചെയ്താണ്. ഇപ്പൊ ചേച്ചി അത് മിഷനയിലേക്ക് ആക്കി. അതുവരെയാണ് നമ്മള്. അപ്പൊ അവര് എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പം ഞാനത് പറയാണ്, ചേച്ചിയുടെ അനുഭവത്തിൽ കൂടെ ചേച്ചി പറഞ്ഞതാണ്. ഒരു നേരം വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാനില്ലാഞ്ഞ അവസരത്തിലാണ് ചേച്ചിയെ കണ്ടെത്തി ഞങ്ങൾ ഈ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. അപ്പം ഭക്ഷണം നമ്മുടെ റേഷൻ കടയിലേക്കുള്ളത് നമ്മൾ വാങ്ങിക്കൊടുക്കും. അഡീഷണൽ പൂരക പോഷകാഹാരം ഉണ്ട്, അതൊരു 400 രൂപ വരെ വരുന്നത് നമ്മൾ വാങ്ങിക്കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് അവരുടെ കുട്ടികളുടെ വിശപ്പ് ഒരു നേരമെങ്കിലും മതിയായ ആഹാരം കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് അവർക്കുണ്ടായത്. പിന്നീട് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങള്, സ്ഥലം വാങ്ങി, വീട് വെച്ച്, കിണറ്, കക്കൂസ് അതെല്ലാം കൊടുത്തു. നമ്മുടെ കുടുംബശ്രീക്ക് തന്നെ ഒരു ബുക്ക് ബൈൻഡിങ് യൂണിറ്റ് ഉണ്ടായിരുന്നു. ആ ബുക്ക് ബൈൻഡിങ് യൂണിറ്റിൽ നിന്ന് ബുക്കുകൾ ഈ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തു. അങ്ങനെ അവര് പഠിച്ച് ഇന്നിപ്പോ ഒരാള് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാള് കാറ്ററിംഗില് ഒരു ജോലിക്ക് പോകും. നമ്മുടെ സഹോദര സ്ഥാപനങ്ങളിൽ തന്നെ ഇവർക്ക് ജോലിയും കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയിലെത്തി. ചേച്ചി കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പറയുകയുണ്ടായി, എന്റെ ആ പഠിച്ചോണ്ടിരിക്കുന്ന ആ കുട്ടിയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടിയാൽ എന്നെ അതിൽ നിന്നും മാറ്റി എന്നേക്കാൾ അർഹതയുള്ള വേറൊരാളെ അതിനകത്ത് ഉൾപ്പെടുത്തി ചേച്ചിയുടെ ആ വലിയ മനസ്സാണ്, വലിയ മനസ്സ്. അതോടൊപ്പം തന്നെ ചേച്ചിയുടെ പ്രാർത്ഥനയിൽ എന്നും ഞങ്ങൾ കുടുംബശ്രീ അംഗങ്ങളുണ്ട്.
ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്രാർത്ഥനയല്ല ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ചേച്ചിയുടെ പ്രാർത്ഥനയാണ്. ആ കണ്ണുനീരിന്റെ ഫലമാണ് ഒരുപക്ഷെ ഞങ്ങളുടെ ഏറ്റുമാനൂർ TDS-നെ ഇന്ന് ഈ നിലയിൽ വരാനായിട്ട് സഹായിച്ചത്. നിങ്ങൾക്കൊരു മുട്ടുവരലേ എന്നുള്ളതായിരിക്കും അവരുടെ പ്രാർത്ഥന അങ്ങനെയാണ്. എല്ലാ വാർഡിലും ഇതുമാതിരി വളണ്ടിയേഴ്സ് ഉണ്ടോ നിങ്ങൾക്ക്? ADS ആണ് അത് മോണിറ്റർ ചെയ്യുന്നത്. ആരെങ്കിലും വളണ്ടിയർ ആയിട്ട് വന്നവരാരെങ്കിലും? എന്റെ വാർഡില് 6 ആശ്രയ ഗ്രൂപ്പ് ഉണ്ട്. അവർക്ക് എല്ലാ മാസവും ഭക്ഷണം ഞാൻ എത്തിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അവരുടെ വീടുകളിലാണേലും റേഷൻ കടയിൽ പോയി വാങ്ങണോ? റേഷൻ കടയിൽ പൈസ ഉണ്ട്. എല്ലാ മാസവും CDSC ചെയർപേഴ്സൺ തരുന്നത് അവിടെ കൊണ്ട് കൊടുക്കും. അപ്പൊ എന്തൊക്കെ കിട്ടും? അവിടുന്ന് റേഷനരി അവർക്ക് അരി മാത്രമേ കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ പഞ്ചായത്തിൽ മേടിച്ച് ആദ്യത്തെ ഘട്ടത്തിലുള്ളവർക്ക് പഞ്ചായത്ത് തന്നെ കുടുംബശ്രീ തന്നെ പാക്ക് ചെയ്ത് ബുദ്ധിമുട്ടുള്ളവർക്ക് കൊണ്ട് കൊടുക്കും. അല്ലാത്തവർ വീട്ടിൽ വന്ന് മേടിക്കും. പിന്നെ എന്നെ സംബന്ധിച്ച് എന്റെ വാർഡിലുള്ള ആശ്രയക്കാർക്ക് ഞാൻ വെള്ളം കോരി കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേണ്ട സഹായമൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കും. കാരണം ഈ ആശ്രയ ഫാമിലിയുടെ കയ്യിൽ പൈസ ഇല്ല, അവർക്ക് ആവശ്യം. അപ്പം ADS ഫണ്ട് അവർക്ക് ബന്ധമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങി അതിന്റെ പണി തറയെ കെട്ടി അങ്ങനെ ഉള്ള സാമ്പത്തിക സഹായവും ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. മറ്റ് സ്പോൺസർമാരുടെ കയ്യിൽ നിന്ന് ചിലര് മറ്റൊരു വീട് വെക്കുമ്പോൾ പൊളിക്കുന്ന സാധനങ്ങളും എല്ലാം വാങ്ങി വെച്ചിട്ടാണ് ഇവരുടെ വീടുകൾ ചെയ്തു കൊടുത്തത്. അത് പഞ്ചായത്ത് ഒരു നല്ല റോള് വഹിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഘട്ടത്തിൽ നമുക്കൊരു 23,23,500 രൂപ നമ്മുടെ പഞ്ചായത്ത് തന്നു. അപ്പൊ പഞ്ചായത്തിന്റെ നല്ല ഒരു സപ്പോർട്ട് ഈ ആശ്രയക്ക് പഞ്ചായത്തിന്റെ ഗ്രാന്റ് ഉണ്ട്, പിന്നെ മിഷനും ഉണ്ട്, ചാലഞ്ച് ഫണ്ട് ഉണ്ട്. രണ്ടും കൂടിയിട്ടാണ് ഈ ആശ്രയയുടെ നടത്തിപ്പ് ഞങ്ങൾ നടത്തുന്നത്. അതെ, ഞങ്ങൾക്ക് ഇതിന് തന്നെ ഒരു ഉപസമിതികളുണ്ട് കുടുംബശ്രീക്ക്. CDS തന്നെ 5 അംഗങ്ങൾ അടങ്ങുന്ന ഓരോ ഉപസമിതികളുണ്ട്. അതിലെ സാമൂഹ്യ വികസന ഉപസമിതിയാണ് ആശ്രയയുടെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പൊ അതിന് ഈ ഓരോ മാസവും ഞങ്ങൾ ഇവർക്ക് വേണ്ട ഭക്ഷണം, പോഷക ആഹാരങ്ങൾ, പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പഞ്ചായത്ത് CDS-ൽ എടുത്തു വെക്കും. CDS-ൽ ഇപ്പൊ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് എടുത്ത് കൊണ്ടുവന്ന് അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് പാക്ക് ചെയ്ത് ആശ്രയാഗതികള് നേരിട്ട് വന്ന് മേടിക്കാൻ പറ്റിയ ആളുകൾക്ക് അവിടെ വെച്ച് തന്നെ ഫുഡ് കൊടുത്തുവിടും. ഇല്ലാത്തവർക്ക് ഞാനൊക്കെ ഡയറക്റ്റ് പോയി കൊണ്ടുപോയി കൊടുത്ത് ആശ്രയ കുടുംബങ്ങളിൽ കൊണ്ടു കൊടുക്കുക. ഇവർക്ക് ഈ വീടൊക്കെ കിട്ടുമ്പോൾ ആർക്കിടെക്ട് അങ്ങനെ അവർക്ക് അവര് പണമൊക്കെ വാങ്ങാറുണ്ടോ? ഇല്ല 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 അല്ലേ? ഓക്കെ. അത് മാത്രമല്ല, സ്ഥലം വാങ്ങിയപ്പോൾ അതിന്റെ മുദ്രപത്രത്തിന്റെ വില, സ്റ്റാമ്പ് ഡ്യൂട്ടി പോലും ഒഴിവാക്കിയാണ് അവർക്ക് സ്ഥലം കൊടുത്തതും. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഒത്തിരി റേറ്റ് കുറച്ച് ആണ് അവർക്കത്. ഒരു കാര്യം ചോദിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ പഞ്ചായത്തിന്റെ മൊത്തത്തിലുള്ള സാമൂഹ്യ വികസന പദ്ധതിയുടെ എത്ര ശതമാനം ഈ കുടുംബശ്രീ കൂടെ ചെലവഴിക്കുന്നു? ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ബജറ്റ് ഒരു വർഷം എത്രയാണ്? ബഡ്ജറ്റ് ഈ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ 12 കോടിയായിരുന്നു. 12 കോടി ബഡ്ജറ്റ്. വലിയ പഞ്ചായത്താണ്. അതിൽ 10% ഞങ്ങൾ കുടുംബശ്രീ ഇതിലേക്ക് വെക്കുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം ഞങ്ങൾ വെച്ചത് 32 ലക്ഷം രൂപ ആയിരുന്നു ഈ കുടുംബശ്രീക്ക് വേണ്ടി മാറ്റിവെച്ചത് പല പദ്ധതികളായിട്ട്. 12 കോടിയിൽ 32 ലക്ഷം. 12 കോടിയിൽ 32 ലക്ഷം പേർക്ക് മാറ്റിവെച്ചു. വനിതാ ഘടക പദ്ധതിയുടെ 10%, 90% കുടുംബശ്രീ. വനിതാ ഘടക പദ്ധതിയുടെ 10% നിന്നാണോ ഇത് കൊടുത്തത്? അല്ല, ആശ്രയക്ക് വേറെ കൊടുത്തു. ആശ്രയക്ക് വേറെ 32 ലക്ഷവും പിന്നെ ആശ്രയവും. ആക്ച്വലി ഞങ്ങൾ ഹൗസിംഗ് ലോണും കൂടെ കൂടിയ ടോട്ടൽ പ്രൊജക്ട് ഞങ്ങൾ പറഞ്ഞു. അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് മൊത്തത്തിൽ ചോദിച്ചു പറഞ്ഞാൽ ഇപ്പോ തൊഴിലുറപ്പ് കുടുംബശ്രീ കൂടിയല്ലേ ചെയ്യുന്നത്? അത് വേറെ പറഞ്ഞു. അത് വിടും, ആശ്രയ വിടും. പിന്നെ നിങ്ങളുടെ ബജറ്റിൽ വരുമോ? ഇല്ലല്ലോ. ഇതില് ഇപ്പോ ആശ്രയ കൂടാതെ നിങ്ങൾ എഴുതിയതിൽ പറഞ്ഞു സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്ന്. എന്തൊക്കെയാണ് സാമൂഹ്യ പ്രശ്നങ്ങളിൽ? അതായത് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മള് സാറേ ഇവിടെ ഞങ്ങൾക്ക് ജെൻഡർ കോർണർ എന്ന് പറഞ്ഞിട്ട് ഒരു CDS-ൽ ഒരു ഇത് പ്രവർത്തിക്കുന്നുണ്ട്. സ്ഥിരം സംവിധാനമാണ്. അവിടെ ഞങ്ങളുടെ കുടുംബശ്രീ അംഗങ്ങളുടെ ഗാർഹികമായ പ്രശ്നങ്ങള്, അവർക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അവിടെ നമുക്ക് പരാതി തരും. ജെൻഡർ കോർണറിന്റെ ആളാണോ അവിടെ ഇരിക്കുന്നത്? അതെ, നമ്മുടെ സുജാരാഷ് എന്ന് പറഞ്ഞ ഒരു ADS നമ്മുടെ ഒരു ഷാപ്പിനെതിരെ നിരന്തരമായിട്ട് സമരങ്ങളിൽ ഏർപ്പെടുകയും അതിനെക്കുറിച്ച് ഒത്തിരി പ്രശ്നങ്ങൾ, അതിന്റെ ജീവഹാനി വരെ കാറിടിപ്പിച്ച് കൊല്ലാനുള്ള ശ്രമം വരെ നടന്നു. അതിനെതിരെ അവര് ധീരമായിട്ട് പോരാടുകയും ഒറ്റയ്ക്ക് പോരാടിയോ? അല്ല, ഇത് കൂട്ടായ്മ, കുടുംബശ്രീ കൂട്ടായ്മ ഈ നമ്മളെ പോലുള്ള സ്ത്രീകളായ അവരെ സംഘടിപ്പിച്ചുകൊണ്ട്
ഈ കുടുംബശ്രീയുടെ ലേബലിൽ തന്നെയാണ് ഇത് പ്രവർത്തനങ്ങൾ മുന്നിട്ട് ഇറങ്ങി ആ കൊച്ചി എന്തായിരുന്നു പ്രശ്നം അവിടെ? ഷാപ്പ് എന്താ പ്രശ്നം പറയൂ. കള്ളുഷാപ്പിനെതിരെ ഇവിടെ ആ ഷാപ്പ് പാടില്ല തന്നെയുള്ള ഇതായിരുന്നു തീരുമാനം. അങ്ങനെ ആ തീരുമാന പ്രകാരം ദൂരപരിധി പാലിക്കാതെ ഒരു കോളനിക്കടുത്ത് സ്കൂളും അടുത്ത് വരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഷാപ്പ് തുടങ്ങാനുള്ള ശ്രമം നടത്തിയതാണ്. അത് അവര് അത് അടപ്പിച്ചു. പറയൂ, ബാലസഭയോ ബാലപഞ്ചായത്ത് എന്താ നിങ്ങൾ ചെയ്യുന്ന? അഞ്ജലി പറയൂ. ഞങ്ങൾ 2008 മുതലാണ് ബാലപഞ്ചായത്തായിട്ട് രൂപീകരിച്ചത്. ഞാൻ ഏകദേശം ഇപ്പോൾ ബാലപഞ്ചായത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരു 6.5 വർഷത്തോളമായി. 10 വയസ്സിലാണ് ഞാൻ ബാലപഞ്ചായത്ത് തലത്തിലേക്ക് വരുന്നത്. അതുവരെ ബാലസഭയിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ബാലസഭയിൽ നിന്നും നമ്മൾ 5 അംഗങ്ങളെ ഉൾപ്പെടുത്തി ഒരു ബാലസമിതി ഉണ്ടാക്കും. ആ ബാലസമിതിയിലെ സെക്രട്ടറിയും പ്രസിഡന്റിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ബാലപഞ്ചായത്ത് രൂപീകരിക്കുന്നത്. അപ്പോൾ അത് എല്ലാ മാസവും 2ാം ശനിയാഴ്ചയാണ് ഞങ്ങൾ കൂടുന്നത്. അപ്പം എല്ലാ കുട്ടികൾക്കും വരാനുള്ള സാഹചര്യവും എല്ലാവരും അതിൽ പങ്കെടുക്കുകയും ആ സമയത്ത് ഞങ്ങളുടെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഇനി ചെറിയ ചെറിയ അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. പ്രശ്നങ്ങളായിട്ടും ഞങ്ങളുടെ അവകാശ സംരക്ഷണങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടത്തും. അതില് ഉദാഹരണം ഏറ്റുമാനൂരിനെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങള് 500 സംതിങ് പെൺകുട്ടികളാണുള്ളത്. 558ഓളം പെൺകുട്ടികളും ഏകദേശം 372 ആൺകുട്ടികളുമാണുള്ളത്. അപ്പൊ അവിടെയും കൂടുതൽ പെൺകുട്ടികളാണ്. അപ്പൊ പെൺകുട്ടികളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രയിലും തിരിച്ച് വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള യാത്രയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങളവിടെ ചർച്ച ചെയ്യാറുണ്ട്. എന്നെ സംബന്ധിച്ച് 10 വയസ്സിൽ ഞാൻ അവിടെ വരുമ്പോൾ എനിക്ക് ഒരു പ്രതികരണശേഷി ഉണ്ടായിരുന്നില്ല. കാരണം എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് കരയുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് എന്നോട് ഒരാളെ ഒരു അതിക്രമം കാണിച്ചാൽ, ഞാൻ മാത്രമല്ല ബാലപഞ്ചായത്തിലുള്ള ഒരു കുട്ടിയോട് ഒരു അതിക്രമം കാണിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് സഡൻ റിയാക്ഷൻ കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അത്തരം സംഭവങ്ങള് വാൾപ്പയറ്റല്ല സാർ, അതിനാണല്ലോ ദൈവം നമുക്ക് നാക്കും കയ്യും കാലും ഒക്കെ തന്നെ. അപ്പൊ ഒരാൾ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാല് ഒന്നുകിൽ ഞാൻ ഓടി രക്ഷപ്പെടും, അതാണ് ഞങ്ങളുടെ അടുത്തേക്ക്. ഒന്നേരം ഓടി രക്ഷപ്പെടും. കൈകൊണ്ട് എന്തെങ്കിലും ഉപദ്രവം അയാൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് ചോദിക്കാൻ കാരണം ചില പഞ്ചായത്തുകളില് അവര് പെൺകുട്ടികൾക്ക് കരാട്ടെ, ടൈക്കൊണ്ടോ, പിന്നെ കളരിപ്പയറ്റ് ഇതുമാതിരിയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ട് മാത്രം പ്രതിരോധിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരികയാണെങ്കിൽ ആൺകുട്ടികളെ മാതിരി പെൺകുട്ടികൾക്കും ശാരീരികമായി പ്രതികരിക്കാൻ പറ്റും. നമ്മുടെ ഈ ജാഗ്രതാ സമിതി അതുപോലെ തന്നെ ജെൻഡർ കോർണർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നല്ലൊരു രീതിയിലുള്ള ഫണ്ട് ഇവർക്ക് മാറ്റിവെക്കുന്നുണ്ട് എപ്പോഴും. അതുകൂടാതെ ഈ വനിതാ ഫ്രണ്ട്ലി ജിംനാസ്റ്റിക് നമ്മൾ തുടങ്ങാനായിട്ട് റിസോർട്ട് സെന്റർ കൂടിയുള്ള അതിന് 15 ലക്ഷം രൂപ ഇപ്പൊ ഫണ്ടുണ്ട്. ഞങ്ങള് 930 പേരൊരു കൂട്ടായ്മയാണ് ഏറ്റുമാനൂർ പഞ്ചായത്തിലുള്ളത്. അപ്പൊ 2013 കോട്ടയം ജില്ലയിലെ മികച്ച ബാലപഞ്ചായത്തായിട്ട് ഞങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ അത് ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയും ഞങ്ങളുടെ പ്രശ്ന പരിഹാരവുമാണ് അതിനുള്ളിലുള്ളത്. അതുപോലെ എന്റെ നദി എന്നുള്ളൊരു വലിയ പ്രോജക്റ്റ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പൊ ആ സന്തോഷമൊക്കെ അവരുടെ ഒരു പ്രതിനിധിയായിട്ട് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ്. എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയൂ. അതെ, ഓൾ ദി ബെസ്റ്റ്. നമുക്കിനി ഏറ്റുമാനൂർ CDSന് ലഭിച്ചിരിക്കുന്ന മാർക്സ് അറിയാം. കണ്ണൻ സർ. ഏറ്റുമാനൂർ കുടുംബശ്രീയുടെ മാർക്ക് പറയുന്നതിന് മുമ്പ് 1-2 വാക്ക്. നിങ്ങളുടെ പഞ്ചായത്തുമായിട്ടും പിന്നെ പഴയ CDSും പുതിയ CDSും ഒരുമിച്ചിട്ടുള്ള കൂട്ടായ്മയുമാണ് ഞങ്ങളെ കുറേയൊക്കെ ആകർഷിച്ചത്. പല കാര്യങ്ങളും നിങ്ങൾ ഒരുമിച്ചും വളരെ നന്നായി നടത്തുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ 2-3 ഉദാഹരണങ്ങളാണ് ഫിലിമിൽ കൂടെ കണ്ടത്. പിന്നെ ബാലസഭയും കുട്ടികൾക്ക് വേണ്ട ബാലപഞ്ചായത്തും ഇതെല്ലാം വളരെ നന്നായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് കാണുന്നതിൽ വളരെ നല്ല സന്തോഷമുണ്ട്. എന്റെ മാർക്ക് 25-ൽ 18. 25-ൽ 18 മാർക്ക്. ഏറ്റുമാനൂർ CDSന് ഞാൻ നൽകുന്നത് 25-ൽ 18. ഓക്കെ, അഗൈൻ 18. ഏറ്റുമാനൂർ CDSന്റെ ഒരു പ്രവർത്തന ഊർജം നമുക്ക് കാണാൻ പറ്റി. എല്ലാവരും വളരെ പ്രതീക്ഷയോടെയും ആത്മവിശ്വാസത്തോടെയാണ് സംസാരിച്ചത്.
അഞ്ജലിയോട് എനിക്ക് പ്രത്യേകം അഭിനന്ദനമുണ്ട്. ഇനിയും തുടർന്ന് വരുന്ന തലമുറയും വളരെ ശക്തമായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏറ്റുമാനൂർ CDSന് ഞാൻ നൽകുന്നത് 25-ൽ 17 മാർക്ക്. ഓക്കെ, 25-ൽ 17 മാർക്ക്. ജോൺ സർ, ഈ 3 സംരംഭങ്ങളും വളരെ ഊർജ്ജസ്വലതയായിട്ടും അതുമാത്രമല്ല കുറെ വർഷങ്ങളായി സക്സസ്ഫുൾ ആയിട്ട് നടത്തി. അതുമാത്രമല്ല ബാലസഭയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക ഒരു മാർക്ക് കൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ 15-ൽ 12 മാർക്ക്. കൽപ്പന ചേച്ചി, കയ്യിലുള്ള 10 മാർക്കിൽ എത്രയാണ് ഏറ്റുമാനൂരിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു കൂട്ടായ്മയ്ക്കപ്പുറം ഈശ്വരാനുഗ്രഹം ഒരുപാട് നിങ്ങളോടൊപ്പം ഉണ്ട്. ഇത്ര പെട്ടെന്ന് ഇത്രയും പുരോഗമിച്ച് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ലൈഫിലും നിങ്ങൾ നമ്പർ 1 ആകാൻ പറ്റും. പ്രത്യേകിച്ച് മോളൊക്കെ പറഞ്ഞില്ലേ കൊച്ചിലെ കൂട്ടുകാരുടെ കാര്യങ്ങൾ, ഇതുപോലെ നിങ്ങൾ കുഞ്ഞുങ്ങൾ വളർന്നു വന്ന് നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വഴി ലോകത്ത് ഒരുപാട് പീഡനങ്ങളൊക്കെ കുറയും ഈ പ്രതികരണ ശേഷി ഉണ്ടെങ്കിൽ. ഇനി ഇത് ഗണ്യമായി കുറഞ്ഞു നിങ്ങളെ പേടിക്കുന്ന ഒരു കാലം വരണം. പീഡിപ്പിക്കുന്നവൻ ആദ്യം നിങ്ങളെ കണ്ട് പേടിക്കണം. ആ റേഞ്ചിൽ നിങ്ങൾ കുട്ടികളെത്തണം. അപ്പൊ എന്ത് പറ്റും? ബോധത്തോടെ നല്ല മനസ്സോടെ നിൽക്കുന്ന യുവതലമുറയ്ക്ക് മാത്രമേ നമുക്ക് എതിർക്കാനുള്ള ശക്തി വരൂ. അപ്പൊ ആദ്യം നമ്മളിലുള്ള ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ മോള് പറഞ്ഞില്ലേ ഒരുപാട് പേർക്ക് ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി ശുദ്ധമായ നല്ല ആരോഗ്യത്തോടെയുള്ളൊരു യുവതലമുറയെ മോളുടെ ഒപ്പമുള്ള ഗ്രൂപ്പ് വാർത്തെടുക്കട്ടെ എന്ന് പറയുന്നു. ഞാൻ വളരെ ദരിദ്രയാണ് മാർക്കിന്റെ കാര്യത്തിൽ. 10ന്റെ വാല്യൂ എനിക്ക് തന്നിട്ടുള്ളൂ. അതിൽ 9 മാർക്ക് ഞാൻ. ഓക്കെ, വളരെ ശക്തമായ ഒരു ബാലസഭ, അതുപോലെ തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് വിജയം കണ്ടെത്തിയ ഒരുപാട് സംരംഭങ്ങൾ, ഇതൊക്കെ ഏറ്റുമാനൂർ CDSനെ മികച്ചതാക്കുന്നുണ്ട്. ഏറ്റുമാനൂർ CDSന് ലഭിച്ചിരിക്കുന്ന ടോട്ടൽ മാർക്സ് അറിയാനുള്ള സമയമാണ്. 100-ൽ 74 മാർക്ക്. വീട്ടുമുറ്റത്തെ ബാങ്കാണ് കുടുംബശ്രീ ഞങ്ങൾക്ക്. കുടുംബശ്രീയിലൂടെ സംരംഭകരായും കർഷകയായും മാറിയ നാട്ടിൻപുറത്തെ സാധാരണക്കാരായ സ്ത്രീകൾ ഏറെ അഭിമാനത്തോടെയാണ് കുടുംബശ്രീയെ ഇങ്ങനെ വിശേഷിപ്പിച്ചത്. കുടുംബശ്രീ വനിതകളുടെ വിജയാഹ്ലാദങ്ങളും ആരവങ്ങളും തുടരുകയാണ്. വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു അധ്യായത്തിലൂടെ. അതുവരെ നന്ദി, നമസ്കാരം. ഏറ്റക്കുറവുകളില്ലാതെ ഞങ്ങളെ ഒന്നായി കണ്ടിടുവാൻ കുടുംബശ്രീ സ്വപ്നങ്ങൾ സാധിതമാക്കുവാൻ അമ്മേ അനുഗ്രഹിക്കൂ, അമ്മേ അനുഗ്രഹിക്കൂ.